ഒക്കെ അകത്തോട്ട് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. മജ്‌ലിസിൽ ഇരുന്നെങ്കിൽ അതിന് പ്രതിഫലം കിട്ടണം. മജ്‌ലിസിൽ ഇരുന്ന് രോഗത്തിന് ഇല്ലാതെ നിന്നാണ് ഇന്ത്യൻ്റെ സദസ്സ് സ്വർഗത്തോപ്പിൽ നിന്നുള്ള തോപ്പാണ്. അപ്പോഴേ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ വന്നിരിക്കണം. എവിടെയെങ്കിലും നിരക്ക് എന്തെങ്കിലും കേട്ടാൽ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ്. അങ്ങനെയില്ല, നേരത്തെ ആ സ്ത്രീകൾ തന്നെ പള്ളിയും മുറ്റവും നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പുരുഷന്മാർ മുൻവശം നിറഞ്ഞിരിക്കുകയായിരുന്നു. വലിയ ആഹാരം കഴിക്കാനും മറ്റുമൊക്കെ പുറത്തോട്ട് ഇറങ്ങിയവര് എല്ലാവരും മജ്‌ലിസിലേക്ക് വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ശരീഅത്ത് ഭേദഗതി ബില്ല്, ഭേദഗതി ബില്ല്. അത് വളരെ അപകടകരമാണ്. അതുപോലെ തന്നെ ഏകസ്വരത്തോടെ നടപ്പാക്കുക, അതും വലിയ അപകടമാണ്. നമ്മുടെ ശരീരത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോഴേ ഈ ആഴ്ച തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞു ഏകസ്വരത്തോടെ നടപ്പാക്കുന്നു. മുൻപ് ഏകസ്വരത്തോടെ നടപ്പാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ജനസംഘടന ജനകീയത്തോടെല്ലാമായി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനും ഡൽഹിയിൽ പോകുകയും പാർലമെന്റ് മാർച്ച് നടത്തി 9 എംപിമാരെ സഹകരണത്തോടുകൂടിയാണ്. അന്ന് നമ്മൾ പ്രമേയം കൊടുത്തു, നമ്മുടെ ആവശ്യങ്ങൾ കൊടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അത് ഉടനെ നടപ്പാക്കുകയില്ല എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. ഞാനും ഒരു പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കരാർ ലംഘിച്ചിരിക്കുകയാണ്. നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കണോ ഉടനെ ഏകസ്വരത്തോടെ നടപ്പാക്കുമെന്ന്. ഏകസ്വരത്തോടെ നടപ്പാക്കിയാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുവാദമല്ല. ഇന്ത്യൻ ഭരണഘടന ഏതൊരു സമുദായം ഏതെന്നിൽ വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരം അവകാശമുണ്ടെന്നാണ്. ഏതോടെ ആരും ഭേദഗതി വരുമ്പോൾ ഏകസ്വരത്തോടെ വരുമ്പോൾ മുസ്ലിം ലീഗിനെയും കുറിച്ചിടണം. കുറിച്ചിടയല്ല, തീ കൊടുത്തു. ക്രിസ്തു സമുദായത്തിനെയും ചുട്ടരിക്കും. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുകയില്ല. അതിനെതിരായി പോരാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാൽ അതിനെതിർക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. കാരണം ജീവിക്കുന്നിടത്തോളം കാലം ഇസ്ലാമായിട്ട് ജീവിക്കണം. നമ്മളെയൊക്കെ ചുട്ടരിക്കാനുള്ള നിയമം കൊണ്ടുവന്നാൽ പിന്നെ എന്തിന് ജീവിച്ചിരിക്കുന്നു? അതൊന്ന് നിങ്ങൾ ശരീരത്തെ ഭേദഗതി നിയമം അതെങ്ങനെയാണ്? ഇവർക്ക് തിരുക്കാണ്. ഈ പ്രധാനമന്ത്രിക്കും സഹമന്ത്രിമാർക്കുമൊക്കെ ബോധമില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. ഇത് മറ്റൊരു രാഷ്ട്രമാണ്. ഏതൊരു മതക്കാർക്കും അവരുടെ മതവിശ്വാസത്തിന് നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരം അവകാശമുണ്ട്. ഇവിടെ വഖഫ് നിയമം അത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റാണ് വഖഫ് ബോർഡ് എടുത്തിട്ടുള്ളത്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത്. വഖഫ് ബോർഡിൽ കുറെ കാലം ഞാൻ മെമ്പറായിരുന്ന ആളാണ്. അത്
നിയമാനുസരണമാണ് കൈകാര്യം ചെയ്യുന്നത്. വഖഫ് സ്വത്തുക്കൾ നമ്മുടെ മുൻഗാമികൾ, വലിയ ആളുകൾ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവരുടെ പള്ളിലോക നന്മയ്ക്ക് വേണ്ടി അവരെ പള്ളിക്കും മദ്രസയ്ക്കും ദീനീ പ്രസ്ഥാനങ്ങൾക്കും വഖഫ് ചെയ്തിരുന്നു. അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവർക്ക് ഈ ബ്രാഹ്മണന്മാർക്ക് വർഗീയത മറ്റു സമുദായം ഒന്നും നോക്കണ്ട, വർഗീയത പുലർത്തണം, ഒരു മതി എന്നുള്ള ചിന്താഗതിയാണ്. ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇത് മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമാണ്. അത് മാറ്റം വരുത്താൻ പറ്റിയില്ല. ഇവിടെ മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉള്ള പ്രത്യേകിച്ചും കേരളക്കരയിലുള്ള ഹിന്ദുക്കൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവര് അതിവിടെ നിയമം കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാൻ പറ്റില്ല, ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ളത് അവരെ നിർവഹിക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ മതേതരത്വം പുലരണം, ഇവിടെ വർഗീയത പാടില്ല. ഇവിടെയുള്ള ജനങ്ങൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ പുലരണം. അതുകൊണ്ട് ഇവർക്ക് ഈ കേന്ദ്രം ഇപ്പോഴും ഭരിക്കുന്ന രാഷ്ട്രീയവാദികൾക്ക് വഖഫ് സ്വത്തുക്കൾ കുറെ ഉണ്ടായി തട്ടിയെടുക്കണം, അത് ഇല്ലാതാക്കണം. കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ആ സ്ഥലങ്ങളാണ് ഇന്ന് ഓരോരുത്തർ വഖഫ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദീനിയായ കാര്യം പള്ളിയും മദ്രസയും ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി, നല്ല കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റും ജാമിയ മന്നാലിയയിലെ പ്രിൻസിപ്പളുമായ അബൂബക്കർ ഉസ്താദ്, കെ പി അബൂബക്കർ ഉസ്താദ്, അതുപോലെ തന്നെ മറ്റു ഉസ്താദന്മാരും ഇവിടെ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. കെ പി ഉസ്താദിനും നല്ല ഇച്ചിരി നടക്കുന്നതിനും മറ്റൊക്കെ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെല്ലാം ആമീൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസം പരിപൂർണമാക്കി മാറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. ഇനിയും കൂടുതൽ വർഷം നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകാനും മന്നാലിയുടെ പ്രിൻസിപ്പൽ സ്ഥാനം നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചിട്ടില്ല. നമ്മുടെ എംപിമാരും ഉടനെ പ്രേമചന്ദ്രൻ സാറ് ഞാനിന്ന് രാവിലെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരും മറ്റു എംപിമാരും ഒക്കെ ഉടനെ എത്തും. ഞാൻ ദീർഘിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഭേദഗതി വഖഫ് നിയമം ഭേദഗതി വരുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. എന്തിനാണ് ഭേദഗതി ചെയ്യുന്നു? അതുപോലെ തന്നെ 2, 3, 4 പേരെ കൂടെ ഹിന്ദുക്കളെ ഈ വഖഫ് ബോർഡ് ഭരിക്കാൻ വേണ്ടി നിയമിക്കണമെന്ന് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. വഖഫ് ബോർഡ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. വഖഫ് ബോർഡിന്റെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന വഖഫ് ബോർഡ് മെമ്പറാണ്, സംഘടനയാണ്, മന്ത്രിസഭയാണ് ആ വഖഫ് ബോർഡ് ചെയർമാനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനത്തെ ആ ഇസ്ലാമികമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വഖഫ് ബോർഡ് ചെയർമാനുണ്ട്, മെമ്പർമാരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോൾ പിന്നെ 2 ഹിന്ദുക്കളെ എന്തിനു വെക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ശരീരത്തിനെ തകർക്കാൻ വേണ്ടി
അല്ലാതെ ഇതിനേക്കാൾ ദേവസംഭവമുണ്ടോ? ഇതിനേക്കാൾ വലുതല്ലേ? ഇതിനേക്കാൾ സ്വത്തില്ലേ? അതിൽ നിന്ന് മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെങ്കിലും അതിന് വേണ്ടി എടുത്തിട്ടുണ്ടോ? ഈ വളരെ സുഹൃത്തുക്കൾ നമ്മളൊന്ന് ചിന്തിക്കണം. അതും താഴ്ന്നജാതിക്കാരെ എടുക്കില്ല, ആ ദേവസംഭവത്തിൽ ഹരിജനങ്ങളെ എടുക്കില്ല, മുസ്ലിമുകളല്ല. എത്ര താഴ്ന്ന വിഭാഗക്കാരാണെങ്കിലും കൊള്ളാവുന്നവരാണെങ്കിൽ അവരെടുക്കും. അങ്ങനത്തെ ആ ദൈവത്തിൽ നമുക്ക് ഈ ഒക്കുകൂടി നിയമം അറിഞ്ഞൂടാത്ത നിയമം അറിയാവുന്ന ആളുകളല്ലേ ഞങ്ങളൊക്കെ അതിൽ ഇരുന്നാണ്. ബഹുമാനത്തോടെ തൊഴിൽ സ്ഥാനം ഞാനൊക്കെ ഒക്കുകൂടിയിൽ ഇരുന്നാണ്. പണ്ഡിതന്മാരെയാണ് എടുക്കുന്നത്, നേതാക്കളെയാണ് എടുക്കുന്നത്, അറിവുള്ളവരെയാണ് എടുക്കുന്നത്. അങ്ങനല്ല ആ ഒക്കുകൂടിൽ മറ്റുള്ളവരെ എതിര് കൊണ്ടുവരണം, അപ്പോൾ ഇതിനെ താഴ്മാറാക്കണം, ഇതിനെ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഈ വർഗീയവാദികളായ ഇവരൊക്കെ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ മതേതരത്വം നിലനിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം. ഓരോ മതക്കാരുടെ മതം അനുശാസിക്കുന്നവരിൽ ഇവിടെ ജീവിക്കണം. ഏത് സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റില്ല, വഖഫ് കോഡ് ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ വർഗീയവാദികളെ തൂർത്തറിയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിനും ഏറെക്കുറെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടാൽ എന്നോ ബാക്കിയുള്ളവരും കൂടെ വന്നാൽ ഇതൊന്നും ഇനിയവരെ നടപ്പാക്കാൻ ഒക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേതാക്കന്മാരെ വന്നുകൊണ്ടിരിക്കുന്നു. റബ്ബുൽ-ഇസ്സത്തായ അല്ലാഹു ഈ സമ്മേളനത്തെ വിജയിപ്പിച്ചേർത്ത് പടച്ചവനെ ഈ നാട്ടിൽ നിന്റെ റഹ്മത്ത് ബർക്കത്ത് ഭക്ഷിപ്പിക്കണം. പടച്ചവനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാണ് ഈ നാട്ടുകാര്. ഞങ്ങൾ ഈ വർഷം ഒന്നും നിർബന്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോഴും സംഭാവന ആഹ്വാനം ചെയ്യല്ല. പക്ഷേ ഞാൻ 3-4 വർഷം കൊണ്ട് 3-4 വർഷത്തോളം ഡൽഹിയിൽ പോകാൻ ഒക്കുന്നില്ല. എനിക്കും ചെറിയ 2 വർഷം കൊണ്ട് നിരോധനമായിരുന്നു. പിന്നെ എനിക്കും ചെറിയ പരിക്ക് പറ്റിയതിന്റെ പേരിൽ പോയ പെട്ടെന്ന് സ്റ്റേർകേസ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പോയില്ല. അതിന്റെ പേരിൽ സംഘം നമ്മുടെ സ്ഥാപനത്തിന് കടത്തിനോടുകയാണ്. മറ്റെല്ലാ വർഷവും പോയി വരുമ്പോൾ നമുക്ക് 8-10 സ്ഥാപനം ഉണ്ടെങ്കിലും അതിന്റെ കടകളെല്ലാം തീരും. അവിടെ നമ്മളൊക്കെ ചെന്നാൽ നല്ല നിലയിൽ സഹകരിക്കുന്നവരാണ്. ഇപ്പോഴും പോകാനൊക്കാത്തതുകൊണ്ട് പൈസകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലാ നാട്ടുകാരോട്. എല്ലാ നാട്ടുകാരെന്തും പറഞ്ഞാൽ താഴെയുള്ളവരാണ്, എന്തും ചെയ്യാൻ സന്മനസ്സുള്ളവരാണ്. നിങ്ങളുടെ സ്ഥാപനമാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെപ്പോലത്തെ ഒരു അധികാരമേ എനിക്കുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ അത്താഴത്തിൽ മക്കളെ സംരക്ഷിക്കാൻ, ആഭരണങ്ങളെ സംരക്ഷിക്കാൻ, യുവകുട്ടികളെ സംരക്ഷിക്കാൻ, അവർക്ക് അവരുടെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. ഓരോ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് നല്ലതാണ്, നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ആഖിറത്തിൽ ഞാൻ നിങ്ങളും ഇന്ന് ഈ ലോകത്തോട് വിട്ടുവരുന്നാൽ നമ്മൾ ഇതിന് കൊടുക്കുന്നതേ ഉള്ളൂ. ബാക്കി നമുക്കെത്രയോ നിങ്ങൾക്കൊക്കെ മന്നാദിയ സഹായിക്കുന്നവർക്ക് ഞങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ മന്നാദിയായി സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ, അവർക്ക് ഖൈർ ബർക്കത്ത് കൊടുക്കണം, അവരുടെ രോഗം നീ ശിഫാക്കണം എന്ന് ഞങ്ങളൊക്കെ ദുആക്കാറുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടുള്ള ദുആയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാർ, ഇതിനുവേണ്ടിയൊക്കെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു ഈ സ്ഥാപനത്തെ ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളെ 8-10 സ്ഥാപനങ്ങൾ വർക്കണമെന്നാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഉമറുൽ ഫാറൂഖ് തീരുമാന, അങ്ങനെ ബാബോട് വർക്കണം, അങ്ങനെ പലയിടത്തുമുണ്ട്. അതൊക്കെ നടത്തി കൊണ്ടുപോകണം. പടച്ചവനെ ചെയ്യാമെന്ന ആളുകളെ നിലനിർത്തണം. പടച്ചവനെ അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം. പടച്ചവനെ അവിടെ രോഗങ്ങളൊന്നും മാറ്റിക്കൊടുക്കണം. പടച്ചവനെ അതിന്റെ പേരിൽ ഞങ്ങളെല്ലാവരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗ ജീവൻ നയിക്കാൻ അർഹമറാഹിമീനായ അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണമേ എന്നുള്ള ദുആയോടുകൂടെ
എന്റെ ഉപകർമ്മ പ്രസംഗത്തിന് ഞാൻ വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.